ഒരുപാട് നാളായി മനസ്സിൽ കൊണ്ടു നടന്ന ഉംറ എന്ന സ്വപ്നം പൂർത്തിയാക്കിയതിന് പിന്നാലെ ഭിന്നശേഷിക്കാരനായ കൗമാരക്കാരന് പുണ്യഭൂമിയിൽ തന്നെ അന്ത്യവിശ്രമവും. കോഴിക്കോട് കുന്നമംഗലം സ്വദേശി മുഹമ്മദ് അൻസിലാണ് ആഗ്രഹ സാഫല്യത്തിന് പിന്നാലെ ഇഹലോകവാസം കഴിഞ്ഞത്. എന്താല്ലേ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു മരണമാണ് അൻസിൽമോന്റെ അല്ലെ. എല്ല് നുറുങ്ങുന്ന വേദന, എല്ല് പൊടിയുന്ന ഒരു രോഗമാണ്. അപ്പൊ അതിന്റെ വേദന എത്രമാത്രം ഉണ്ടാവും. ദുനിയാവിൽ വന്നിട്ട് ഇത്രയും കാലം 16 വയസ്സാണെന്ന് തോന്നുന്നു, 16 വയസ്സാണ്. ഇത്രയും കാലം എല്ല് നുറുങ്ങുന്ന വേദന സഹിച്ച് 16 വർഷത്തോളം ലോകത്തെ സന്തോഷം തിന്നോ അല്ലെങ്കിൽ ലോകത്തെ അദ്ദേഹം ആ കുഞ്ഞ് കണ്ടിട്ടില്ല. അത്രയും ഒരവസ്ഥയിൽ വളർന്ന കുഞ്ഞിന് ഉംറ ചെയ്യാൻ വളരെ അതിയായ ആഗ്രഹം ഉണ്ടായിട്ട് ഉംറയ്ക്ക് വേണ്ടിയിട്ട് വല്യപ്പാനും വല്യമ്മാനും കൂടെ പറഞ്ഞയച്ചതാണ്, കൊണ്ടുപോയതാണ് കുട്ടിന്റെ നെയ്യത്ത്. ആ കുട്ടിന്റെ മരണം നമ്മൾ ആഗ്രഹിക്കുന്ന, നമുക്ക് ആർക്കും അങ്ങനെ ഒരു നിയ്യത്ത് ചെയ്യാൻ, കാരണം ദുനിയാവിന്റെ എന്താ പറയാ ആഡംബരങ്ങളും അല്ലെങ്കിൽ കളങ്കങ്ങളും ഒന്നും അറിയാത്ത കുട്ടിയാണ്. അവര് അള്ളാഹുവില് മാത്രം പിന്നെ സന്തോഷം, അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ മാത്രം ജീവിച്ച ഒരു കുഞ്ഞാണ്. അപ്പം അവർക്ക് ആ അങ്ങനെയുള്ള മാത്രം അവരുടെ മനസ്സിലുള്ളൂ. അപ്പൊ ഉംറ വലിയ ആഗ്രഹമായിരുന്നു, അള്ളാഹു അത് സാധിച്ചു കൊടുത്തു. അവിടെ വെച്ചിട്ട് തന്നെ അള്ളാഹു അവരെ വിരുന്നുകാരനായിട്ട് സ്വീകരിച്ചും ചെയ്ത്. എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു മരണമാണ് അല്ലെ. അപ്പൊ ഇത് കേട്ടപ്പോ എനിക്ക് 2 വാക്ക് ഇതിനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ എന്നൊരു ഇതായി. ഞാന് ഉമ്മാനോട് പറയണം, ഉമ്മ ഞാൻ പോയി എന്ന് പറയണമെന്ന്. അങ്ങനെ പറഞ്ഞിട്ടാണ് മരണപ്പെട്ടതെന്ന് വാർത്തയിലും മറ്റുള്ളതിലൊക്കെ തിളങ്ങി നിൽക്കണം പോകുമോനെ അല്ലെ. നമുക്കൊക്കെ വളരെയധികം ആഗ്രഹം, അത്രയും കൽബ് ഉറപ്പിച്ചിട്ട് നാളത്തേക്ക് പോകുന്ന ഇങ്ങനൊരു വാക്ക് പറഞ്ഞിട്ട് ഞാൻ പോയി എന്ന് പറയുമ്പോ എന്താ അല്ലെ ഈമാന്റെ ശക്തി. അതും ആ പുണ്യഭൂമിയിൽ ജന്നത്തുൽ ബക്കിയിലാണ് ഖബറടക്കിയെന്ന് പറയുന്നത്. അല്ലാഹുവേ, ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെയുള്ളൊരു മരണം ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അള്ളാഹു തൗഫീഖ് ചെയ്യണേ. നമുക്ക് ഉംറ ചെയ്യാൻ വളരെയധികം ആഗ്രഹമുണ്ട്. ഹജ്ജിന് പോകാനുള്ള പാകതയും പക്വതൊന്നും നമുക്ക് ഇല്ല. എന്നാൽ ഉംറ എന്നൊരു കടമ്പെങ്കിലും കടന്നു കിട്ടാൻ, ആ ഒരു പുണ്യഭൂമിയിലൊന്ന് കാല് ചവിട്ടാൻ അത്രയും അതിയായ ആഗ്രഹമുണ്ട്. എന്തെങ്കിലും ഈ മോന്റെ ആ ഒരു ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സ് നിറഞ്ഞു. അത്രയും അതുപോലെ തന്നെ നമുക്കൊക്കെ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആ പുണ്യഭൂമിയിൽ പോവാനും ഇതുപോലെ നല്ലൊരു മരണം എല്ലാവർക്കും ഉണ്ട് അല്ലെ. ജനിച്ചാൽ ഒരു ദിവസം നമ്മൾ എന്തായാലും മരിക്കും. അങ്ങനത്തെ ഒരു മരണം, നല്ലൊരു സ്വലിഹാത്തായ ഒരു മരണം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ.